നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പടച്ചവനെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ച മകനെ പിടിച്ചിരുത്തിയിട്ട് മോനെ ദുആ ചെയ്യടാ, ഉമ്മയുടെ രോഗം മാറട്ടെ, വാപ്പയുടെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ, മോനെ സമാധാനമുള്ള ജീവിതം കിട്ടാൻ അല്ലാഹുവിന്റെ മുന്നിൽ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന നീയൊന്ന് ദുആ ചെയ്യാൻ അവനെങ്ങാനും പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്താ ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവന്റെ മഹത്വം നിങ്ങൾക്കറിയാനിട്ടാണ്. അവൻ അല്ലാഹു കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണ്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ നിന്റെ പൊന്നാര മകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ, അവൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്ന. വിശുദ്ധമായ ഖുർആൻ പഠിച്ച മകൻ മരിക്കുന്ന സമയത്ത് അവന് സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അതാ മലക്കുൽ മൗത്തിനെ കാണുന്ന സമയമുണ്ടല്ലോ, മലക്കുകൾ ചോദിക്കുന്നു, എന്തിനാടാ മോനെ കരയുന്നത്, എന്തിനാ നീ പേടിക്കുന്നത്, നീ ഖുർആൻ ഇഷ്ടപ്പെട്ടവനല്ലേ, നീ ഖുർആൻ പഠിച്ചവനല്ലേ, നീ ഖുർആൻ ചുമക്കുന്നവനല്ലേ, മോനെ നിനക്കല്ല സ്വർഗത്തിൽ തരുന്ന പ്രതിഫലം കാണണോ? നമ്മൾ മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ടാണ് മരിക്കുന്നത്. ഒരു മുഅ്മിന് മരിക്കുന്ന സമയം അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് തഖ്വയായ ജീവിതം നയിച്ച് നടന്ന മനുഷ്യൻ മരിക്കുമ്പോ അവൻ സ്വർഗം കണ്ടിട്ടാണ് മരിക്കുന്നത്. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നവർ മരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ ഖുർആൻ ചുമന്നവർ മരിക്കുമ്പോ സ്വർഗത്തിലെ ഇരിപ്പിടമാ അല്ലാഹ് കാണിച്ചു കൊടുക്കുന്നത്. ഇതാണ് സ്വർഗമെന്നല്ല പറയുന്നത്, ഇതാടാ നിനക്കല്ല തരുന്ന പ്രതിഫലം. സ്വർഗത്തിലെ നിന്റെ ഇരിപ്പിടം ഇതാടാ, സ്വർഗത്തിലെ നിന്റെ വീടിതാടാ. വഅബ്ശിറൂ ബിൽ ജന്ന. സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുത്ത് സ്വർഗത്തിലെ തന്റെ സ്ഥാനം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ അല്ലാഹുവേ, എത്ര വലിയ പ്രതിഫലമെന്നറിയുമോ? അവന്റെ ജനാസ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചാ എന്ന് പറഞ്ഞ രണ്ട് മലക്കുകൾ കടന്നു വരുമല്ലോ. എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അകത്തും മലക്കുകൾ കടന്നു വന്ന് ചോദ്യം ചോദിക്കുമെന്നാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അവന് ഖബറിന്റെ അകത്ത് ചോദ്യമില്ല, അവന് ഖബറിന്റെ അകത്ത് ചോദ്യമില്ല. കാരണം അവൻ അല്ലാഹുവിന്റെ കുടുംബക്കാരനാ. അല്ലാഹുവേ പടച്ചവന് അവൻ സാധാരണ ഒരു വ്യക്തിയല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചവനാണ്, ആ ഖുർആനിനെ ഹൃദയത്തിൽ ചുമന്നവനാണ്. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് മലക്കുകൾ വരുമ്പോ അതാ ഖുർആൻ പറയുന്നു, എന്നോട് ചോദിക്ക്. അവൻ ഉറങ്ങട്ടെ, അവൻ എന്റെ കൂട്ടുകാരനാണ്, അവൻ എന്നെ സ്നേഹിച്ചവനാണ്, അവൻ എന്നെ ചുമന്നവനാണ്, അവൻ എന്നെ ബഹുമാനിച്ചവനാണ്. അതുകൊണ്ട് അവനോട് ചോദിക്കരുത്, എന്നോട് ചോദിക്ക്, ഞാൻ പറയാമെന്ന് പറഞ്ഞു പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് വെച്ച് മലക്കുകൾ അവിടെ നിന്ന് പടച്ചവനെ ആ ഖുർആൻ അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ പള്ളി വെക്കാൻ നേരത്തിവിടുന്ന ഒരുപാട് ഖബറിന്റെ അകത്ത് നിന്ന് എല്ലും കഷ്ടം കിട്ടിയല്ലോ. ഒരുപാട് ഖബറുകൾ ഇന്ന് ഈ പള്ളി നിൽക്കുന്നത് ഖബറിന്റെ മുകളിലാണല്ലോ. എങ്കിൽ ഈ പായിപ്പാട് പള്ളിയിലെ ഖബർസ്ഥാനിൽ എവിടെയെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരു ഹാഫിദ് കിടക്കുന്നുണ്ടെങ്കിൽ
എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എത്ര കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ പോയിട്ടൊന്ന് നോക്ക്, ഈ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ ഒരു ഹാഫിദ് മരിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ ആ ഹാഫിദിന്റെ ഖബർ എവിടെയാണെന്ന് തെരഞ്ഞു നോക്കിയിട്ട് നാളെ നിങ്ങൾ ചെന്നിട്ട് ആ ഖബറൊന്ന് മാന്തി നോക്ക്. സുബ്ഹാനല്ലാഹ്, വെച്ചതുപോലെ കിടക്കും സഹോദരാ. അവന്റെ ഖബറിന്റെ അകത്ത് അവന്റെ ശരീരം മണ്ണ് തിന്നൂല. അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചവന് മണ്ണ് തിന്നില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയുമെങ്കിൽ നാളെ ചെന്നിട്ട് നിങ്ങൾ മാന്തി നോക്ക്. മുത്തുനബിയാണ് പറഞ്ഞത്, ഖുർആൻ പഠിച്ചവന്റെ ശരീരം മണ്ണ് തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഖുർആൻ പഠിച്ചവന്റെ ശരീരം മണ്ണും പുഴുക്കളും തിന്നൂല, അത് അതുപോലെ തന്നെ കിടക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളൊന്ന് പോയി നോക്കിക്കേ, ഈ അടുത്തൊക്കെ അടക്കിയ ഖബറിന്റെ പലക ഇടിഞ്ഞിട്ട് കിടപ്പുണ്ട്. കാല് കാണാൻ, തല കാണാൻ, പലതും പള്ളിക്കാട്ടിൽ. എന്നാൽ ഖുർആൻ അതാണ്, ഖുർആൻ തൊടില്ല, മണ്ണ് തിന്നൂല, പുഴുക്കൾ തിന്നൂല, അതുപോലെ തന്നെ കിടന്നുറങ്ങും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേക്കുമ്പോ തലയിലിരിക്കണ മുടി തട്ടിക്കളഞ്ഞിട്ട് ചോദിക്കും, ആരാപ്പ എന്നെ വിളിച്ചേ? ഉറക്കത്തിൽ നിന്ന് രാവിലെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ കടന്നുറങ്ങിയിട്ട് പുതിയാപ്പള ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണ പോലെ ഈ ഖുർആൻ പഠിച്ച മകന് പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റിട്ട് ചോദിക്ക, ആരാ വിളിച്ചുണർത്തിയേ? അല്ലാഹു ആരം പടച്ചോനെ. നാലിച്ചു വയ്ക്ക്, നമ്മളുടെ അവസ്ഥയൊന്ന് ആലിക്ക്, നമ്മളെങ്ങനെ എഴുന്നേക്കാം? ഇവിടെ നിന്ന് ഓരോ മനുഷ്യനും എഴുന്നേക്കുന്ന രംഗം നിങ്ങളൊന്ന് ചിന്തിക്ക്. ഖുർആൻ പഠിച്ചവൻ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, ആരാ വിളിച്ചുണർത്തിയത്? അല്ലാ പടച്ചോൻ, ഇത് ആരാപ്പ നിക്കണേ? ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് നോക്കുക, ആരാ നിക്കണ? ഒരാള് സുന്ദരനായി സുമുഖനായിട്ട് ഇങ്ങനെ നിക്കാ. എടാ ചങ്ങാതി, എഴുന്നേക്ക്, നമുക്ക് പോകാം. മശ്റയാ, ഇന്ന് മശ്റയാ. അല്ലാഹുവാണ് വിളിച്ചിരിക്കുന്നത്, എഴുന്നേക്ക്. നീ ആരാടാ ചങ്ങാതി എന്നെ വിളിക്കാൻ? നീ ആരാ? എന്നെ ഞാൻ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ, നമ്മൾ തമ്മിൽ പരിചയമൊന്നും ഇല്ലല്ലോ. എടാ മോനെ, നീ ചുമന്നോണ്ട് നടന്ന ഖുർആനാടാ ഞാനാണ് പരിശുദ്ധമായ ഖുർആൻ. നീ എഴുന്നേക്ക്. വിളിച്ചുണർത്തിയിട്ട് പടച്ചവനെ നല്ല വസ്ത്രങ്ങൾ അങ്ങോട്ട് കൊടുക്കുക, സ്വർഗത്തിലെ വസ്ത്രം ധരിപ്പിക്കുക. ഏറ്റവും കൂടുതൽ വില കൂടിയ വസ്ത്രങ്ങൾ, അള്ളാഹുവിന്റെ സ്വർഗത്തിലെ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചിട്ട് ഇവന്റെ തലയിൽ കിരീടം വെച്ച് കൊടുക്കുന്ന, ഇവന്റെ ഉമ്മാക്കും ഉപ്പാക്കും കിട്ടണ അതിനും വേറെ. ഇവന്റെ ഈ ഖുർആൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്ക് പോലും പ്രത്യേക പരിഗണനയുണ്ടെന്നാ. അപ്പൊ ഇവന്റെ തലയിൽ ഇങ്ങനെ വസ്ത്രവും വെച്ച് തൊപ്പിയൊക്കെ വെച്ചു കൊടുത്തിട്ട് ഖുർആൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അള്ളാടെ മുന്നിൽ കൊണ്ടോ. പടച്ചവനെ, അള്ളാഹ് ഇവനെ സ്വർഗം കൊടുക്കണം തമ്പുരാനെ. അള്ളാടെ മുന്നില് ഞാനും നിങ്ങളും പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് ഉരുക. ഉടുതുണിയുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ നമ്മളൊക്കെ നിൽക്കുന്നത് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ. ഉടുതുണിയില്ലാതെ ചേലാകർമ്മം പോലും ചെയ്യേണ്ട അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. നാളെ ഇങ്ങനെ നിൽക്കുന്ന ദിവസം അള്ളാടെ മുന്നിൽ നിന്ന് വിറയ്ക്ക ഒരാള് പോലും തല ഉയർത്തില്ല എന്നാണ് ഹദീസിന്റെ കിതാബുകൾ പറയുന്നു. മുഖം പോലും ഉയർത്താൻ പേടിച്ചിട്ട്, അത്രയും ഭയാനകമായ ദിവസം. നഫ്സി നഫ്സി, പ്രവാചകന്മാര് പോലും കരയണമെങ്കിൽ ആ ദിവസം ചിന്തിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പോലും സ്വന്തം കാര്യം ഓർത്തിട്ട് കരയ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബിയോട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുകയെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദേ, എനിക്കൊന്ന് ഖുർആൻ ഓതി തരുവോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ, അങ്ങക്കല്ലേ ഖുർആൻ ഇറങ്ങിയേ, ഞാൻ ഓതി തരണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഓത്, എനിക്ക് നീ ഓതുന്നത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് ഖുർആൻ ഓതിത്താ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാ ആണ് ഓതുന്നത്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാ ഇങ്ങനെ ഓതുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാ ഇങ്ങനെ ഓതി ഓതി വരികയാണ്. റബ്ബേ, പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അതാ പരിശുദ്ധ
വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓതുന്ന സമയത്താണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നാളെ ഓരോ സമുദായത്തിന്റെയും പ്രവാചകന്മാര് നാളെ സാക്ഷികളാക്കി നാളെ പരലോകത്ത് കൊണ്ടുവരുമെന്നുള്ള ആയത്ത് ഓതുമ്പോ ജനാബിക ഹൗലാഇ ഷഹീദ് ആയത്തെന്ന് ഓതുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇബ്നു മസ്ഊദ് ഇനി ഓതല്ലേ, ഇനി കേൾക്കാനുള്ള ധൈര്യമില്ല, ഇനി ഓതരുത് ഖുർആൻ, മതി നിർത്ത്, ഇത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. അല്ലാഹുവേ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ റസൂലുള്ളാഹിയുടെ താടി രൂപത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. ഏതായത്താ ഓതിയത്? ഈ ഉമ്മത്തിന്റെ സാക്ഷിയായിട്ട് നാളെ പരലോകത്ത് മുത്തുനബിയെ കൊണ്ടുവരും. ഓരോ പ്രവാചകന്മാരെയും അവരുടെ അനുയായികൾക്ക് സാക്ഷിയായിട്ട് കൊണ്ടുവരുമെന്നുള്ള ഖുർആൻ ആയത്ത് കേട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും കരഞ്ഞുപോയെന്ന് ചരിത്രം പറയുമ്പോ, ആ പരലോകത്താണ് ഞാനും നിങ്ങളും നിൽക്കുമ്പോ ഖബറിന്റെ അകത്ത് നിന്ന് നിന്റെ പൊന്നാര മകനെയോ മകളെയോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പിടിച്ചു കൊണ്ടുവരികയാ. എന്നിട്ട് പറയുന്നു, നാഥാ, എത്രയോ ആൾക്കാർ ഖുർആൻ പഠിക്കാതെ, ഖുർആൻ ഓതാതെ, ഒന്ന് തുറന്നു പോലും നോക്കാതെ, എന്റെ മുകളിൽ ഇരുന്ന പൊടി പോലും ഒന്ന് തുടച്ച് കളയാതെ എത്രയോ പേര് എന്നെ ബഹുമാനിക്കാതിരുന്നപ്പോ, അല്ലാഹുവേ, ഇവൻ എന്നെ ബഹുമാനിച്ചവനാണല്ലാ, ഇവൻ ഹൃദയത്തിൽ ചുമന്നവനാണല്ലാ. അതുകൊണ്ട് റബ്ബേ, ഇവന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നാളെ വിചാരണയില്ല, നിന്റെ പൊന്നുമോന് നാളെ ഹിസാബില്ല, നാളെ പടച്ചവൻ അവനോട് ചോദിക്കില്ല, നാളെ അവനെ വിചാരണ ചെയ്യില്ല. അല്ലാഹു പറയും, അതാടാ സ്വർഗം, നിനക്കിഷ്ടമുള്ള വാതിലിലൂടെ കേറിപ്പോക്കോ. നാളെ അവനോട് പറയുകയാ, ഈ കാണുന്ന സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും കടന്നു പോക്കോ. അല്ലാഹുവേ, നിന്റെ പൊന്നാര മകൻ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാ. അവന് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ, അവൻ സ്വർഗത്തിലേക്ക് പോകുമ്പോ അവന്റെ കുടുംബക്കാര് കടന്ന് യാചിക്കുകയാ. അവന്റെ കുടുംബക്കാരിൽ പലരും നരകത്തിലേക്ക് മലക്കുകൾ കൊണ്ടുപോവുകയാണ്. അവർ പലരും നരകത്തിന്റെ അവകാശികളാണ്. ഇവൻ പതാ സ്വർഗത്തിന്റെ മുന്നിൽ പോയിട്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാ. അല്ലാഹു ചോദിക്കുന്നു, നിനക്ക് ഞാൻ സ്വർഗം തന്നില്ലേ, എന്തിനാ മോനെ കരയുന്നത്? നിന്നോട് സ്വർഗത്തിന് പോകാൻ പറഞ്ഞിരിക്കുകയല്ലേ, എന്തിനാ പൊന്നുമോനെ നീ കരയുന്നത്? അല്ലാഹുവേ, എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ കൂടപ്പറപ്പും എന്റെ കുടുംബക്കാര് ഇവരൊക്കെ നരകത്തിൽ പോകുമ്പോ എനിക്ക് മാത്രം എന്തിനാ പടച്ചവനെ സ്വർഗം? എന്റെ ഈ കുടുംബക്കാര് മുഴുവനും നരകത്തിലാണല്ലോ. എന്റെ മാതാപിതാക്കൾ, എന്റെ കുടുംബക്കാര് പലരും നരകത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ കിടക്കുകയാ. ആ സമയത്ത് ഞാൻ മാത്രം എങ്ങനെയാ പടച്ചവനെ സ്വർഗത്തിൽ പോകുന്നത്? അവരെ കൂടെ രക്ഷപ്പെടുത്തണേ അല്ലാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ല പറയുന്ന പോകടാ, ഖുർആൻ പഠിച്ചവനെ പോകടാ, ആ കിടക്കുന്നവരിൽ ഇഷ്ടമുള്ള 40 പേരുടെ കയ്യിൽ പിടിച്ചോ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ല പറയും, ആ കിടക്കണ ആര് വേണമെങ്കിലും എടുത്ത കുടുംബക്കാരല്ല, ഈ കിടക്കണ 40 പേരിൽ ആരെ വേണമെങ്കിലും പിടിച്ചോ, പോയിട്ട് കയ്യെ പിടിച്ചിട്ട് കൊണ്ടുപോകടാ സ്വർഗത്തിലേക്ക്. അള്ളാഹു അവസരം കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അപ്പോഴതിന്റെ വിലയേറിയ അതാ ഖുർആൻ, അതാണ് ഖുർആൻ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് 40 പേരുടെ കൈ പിടിക്കാം. ഒരെണ്ണം പോരെ എത്താ വീട്ടില്? ഇവിടെ വീട്ടിൽ ഒരെണ്ണം പോലെ രക്ഷപ്പെടാൻ. അൽഹംദുലില്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കത്ത എത്ര പുണ്യം ചെയ്തിട്ടുണ്ടാകും. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പലരും നമ്മളോടൊക്കെ പറയാറുണ്ട്, സിറാജ് ഉസ്താദേ, നിങ്ങളുടെ വാപ്പൊക്കെ രക്ഷപ്പെട്ടല്ലോ, ഒരുപാടെണ്ണം ഉണ്ടല്ലോ.
3-4 ഹാഫിദീങ്ങൾ വീട്ടിലുണ്ട്. അവരൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ആളെ കാണത്തില്ലല്ലോ. നമ്മളോട് പലരും ചോദിക്കാം. അള്ളാഹു നമുക്ക് ആരെയും കൊണ്ടുപോകണ്ട, നമുക്കെങ്കിലും പോയാൽ മതി. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ 40 പേരെ കൊണ്ടുപോകാൻ അവസാനം സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ മലക്ക് പറയുവത്രേ, ഓതടാ ഖുർആൻ. സ്വർഗത്തിലേക്ക് കയറി കഴിയുമ്പോ മലക്കുകൾ പറയും ഓതാൻ. ഓരോ ആയത്ത് ഓതുമ്പോഴും ഇവന്റെ സ്ഥാനം ഇങ്ങനെ ഉയരുകയാണ്. പടച്ചവനെ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഖുർആനിന്റെ അവസാനത്തെ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് ഓതുമ്പോ ഓൻ എവിടെ ആയിരിക്കും എന്ന് ചിന്തിച്ചു വയ്ക്കേ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങൾ, 6000-ൽ പരം വരുന്ന ആയത്തുകൾ ഇത് ഓതി കഴിയുമ്പോ എവിടെ എത്തി നിൽക്കണ പടച്ചവനെ. നാളെ സ്വർഗവാസികൾ ചോദിക്കോത്രേ, ഈ ഊഞ്ഞാലിന്റെ മുകളിൽ ഇരുന്ന ആടിന് ഈ കുട്ടിക്ക് ഈ പ്രതിഫലം കിട്ടാൻ കാരണം എന്താണ്? ആ ഇരിക്കണ മക്കൾ ആരാ? അവർക്ക് ഈ പ്രതിഫലം എങ്ങനെയാ കിട്ടിയ? അപ്പൊ പറയത്രേ, അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആൾക്കാരാ, അവർ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവരാ, അവർക്ക് അള്ള കൊടുത്തിരിക്കുന്ന പ്രതിഫലം ഇതാണെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മുടെ എഞ്ചിനീയറായ മോൻ എവിടെ ആയിരിക്കും? നമ്മുടെ ഡോക്ടറായ മകൾ എവിടെയായിരിക്കും? അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നാളെ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചവർ അവരാദരിക്കുന്നത് ആരാദരിക്കുന്നത് പോലെ ഒന്ന് പറ, അള്ളാഹ് ആദരിക്കുന്നത് പോലെ. താടിയും തഴമ്പിലൊന്നും നോക്കരുത്, ചെറുതോ വലുതോ എന്ന് നോക്കരുത്. അവനോട് പറയണം, മോനെ ദുആ ചെയ്, അവനോട് പറയണം എനിക്ക് വേണ്ടി ദുആ ചെയ്. ആ കുട്ടിയുടെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ഒരു ഹാഫിദിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3-ാമത്തെ വിഭാഗം നീതിമാനായ ഭരണാധികാരി. നീതിമാനായ ഭരണാധികാരിയെ ആദരിക്കുന്നത് അള്ളാനെ ആദരിക്കുന്നത് പോലെയാണെന്ന് നബിയിന റസൂലുള്ളാഹി. അങ്ങനെ ഒരു ചങ്ങാതിയെ കാണണമെങ്കിൽ മഷീട്ട് നോക്കിയാൽ പോലും പറ്റൂല. നീതിമാനായ ഒരു ഭരണാധികാരിയെ ആദരിക്കണമെന്ന് അങ്ങനെ ഒരു ചങ്ങാതി കാണാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? ഇല്ല. അതാണ് അവസ്ഥ. ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് കാണാൻ പറ്റൂല. ഭരണാധികാരി എന്ന് പറയുമ്പോൾ, നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമല്ല കേട്ടാ, നിങ്ങളും ഒരു ഭരണാധികാരിയാ. പായിപ്പാട് മുസ്ലിം ജമാഅത്തിന്റെ ഓരോ മനുഷ്യനും ഞാനൊരു ഭരണാധികാരിയാ. എവിടുത്തെ ഭരണാധികാരി? എൻ്റെ വീടിന്റെ ഭരണാധികാരി ഞാനാ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടിന്റെ ഭരണാധികാരിയാ. നിങ്ങളാണ് വീട് ഭരിക്കുന്നതില്ലേ, വീട്ടിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോ എല്ലാവരും അങ്ങനെ വരും. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നിർത്താറായോപ്പോ 10 മണിയായി. ഞാൻ ഉദ്ദേശിച്ച വിഷയം പറഞ്ഞില്ല. ഈ 3 കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോയത്. ഇതാണ് ഈ പ്രശ്നം. കാട് കയറി അങ്ങ് പോവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ 3 പേരെ ബഹുമാനിക്കാതിരിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ബോറടിച്ച അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ പൊന്നാര സിറാജ് ഉസ്താദ്, ഈ ഹാഫിദീങ്ങൾ മാത്രമേ പോകത്തുള്ളൂ, നമുക്കൊന്നും ഇല്ലേന്ന്. നമ്മൾ ചിന്തിക്കുന്നത് ഹാഫിദീങ്ങളും ആലിമീങ്ങളും മാത്രമേ പോകത്തുള്ളൂ. നിങ്ങൾക്ക് പോണോ? നിങ്ങൾക്ക് ഒരാളെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങൾ അല്ലാതെ ഒരാളെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അവസരം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ കൂടെ നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് 40 പേരെയൊന്നും കൊണ്ടുപോകാൻ പറ്റൂല, ഒരാളെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ളൊരു വഴി പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഖുർആനെ സ്നേഹിച്ചാൽ മതി. നിങ്ങൾ ഖുർആൻ ഓതണം. ഒരു ദിവസം പോലും ഖുർആൻ ഓതാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പാടില്ല. നിർബന്ധമായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഓതണം. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, അത് ടൈം ടേബിൾ ആയിരിക്കണം, നിർബന്ധമായിട്ട് ഓതിപ്പിച്ചിരിക്കണം. വീട്ടിൽ ആരെങ്കിലും ഖുർആൻ ഓതാത്ത ഒരു ദിവസം നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വേണ്ട, നിർബന്ധമായിട്ടും. പടച്ചവനെ, എത്രയോ സമ്പന്നന്മാർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഏറ്റവും വലിയ, ഞാൻ കണ്ണൂര് പാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഒരു വീട്ടിൽ പോയി. അള്ളാഹു അദ്ദേഹം യൂസുഫ് ഹാജി എന്ന് പറയും, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകും. അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ അവിടെ വഴുതിന് പോയപ്പോൾ വീട്ടിൽ പോയി. ഇത്ര വലിയ സമ്പന്നനാണ്. ഇത്ര തലാൽ ഗ്രൂപ്പിന്റെ MD-യാണ്. ഒരുപാട് സ്ഥാപനങ്ങളുള്ളവരാ. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയും വലിയ സമ്പന്നനായിട്ടും ആ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കൊച്ചു കുട്ടികൾ വരെ ഇരുന്ന് ഖുർആൻ ഓതുക. ആ വീട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികൾ വരെ, അത് ആ വീട്ടിലെ നിയമമാ. ഇത്രയും വലിയ സമ്പന്നനായ മനുഷ്യന്റെ വീടിന്റെ അകത്ത് പോലും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഖുർആൻ ഓതിയിരിക്കണം, നിർബന്ധം. ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞ് പഠിക്കാൻ തന്നെ അവകാശമുള്ളൂ.
ഇത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ കുടിലിലെ കാര്യമല്ല. ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുള്ള തലാൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പ്, അവരുടെ കുടുംബത്തിന്റെ അവസ്ഥയാ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തും ദീർഘായുസും അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ വലിയ ഇഷ്ടപ്പെടുന്നവരാ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണ് വീട് നിർബന്ധം. അവനക്ക് ഞാൻ ചോദിച്ചു, ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക വീട്ടിൽ? എവിടെ പോയാലും ഓടിപ്പിടച്ച് വരും മക്കളൊക്കെ. കാരണം എന്തേ? ഒരുമിച്ച് ഒറ്റ വീട്ടിൽ, ആ വലിയ വീടിൻ്റെ അകത്ത് ഒരുമിച്ചിരുന്ന് അവർ ഭക്ഷണം കഴിക്കാറുള്ളൂ. അതൊക്കെ ആയിരിക്കാം അവരുടെയൊക്കെ ജീവിതത്തിലും ബിസിനസ്സിലെയും ബറക്കത്ത്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് നിർബന്ധമായും നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതുന്നത് നിർബന്ധമാക്കണം. അങ്ങനെ നമ്മൾ ഓതാൻ തയ്യാറായാൽ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടുത്ത ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ കുടുംബക്കാര്, നമ്മളെ പോലുള്ള കുടുംബമല്ല, അള്ളാഹുവിനോട് അടുത്തവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്ന, അള്ളാഹിന് കുടുംബക്കാരുണ്ടോ നബിയെ? ഉണ്ട്. ആരാ? അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ അഹ്ലുകാര്. അള്ളാഹ്ക്ക് മക്കളോ കൂടപ്പുറപ്പോ അല്ല, അള്ളാഹുവിലേക്ക് അത്രയും അടുത്തവരാരാ? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ആ ഖുർആനിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും ഓതുകയും ചെയ്യുന്നവർ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇന്നു മുതൽ മരിക്കണ കാലം വരെ പരിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഒരു സൂറത്തെങ്കിലും ഓതിയിട്ടേ ഉറങ്ങാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏത് സൂറത്ത് ഓതും? ഏത് സൂറത്ത് ഓതും? ഫാത്തിഹയോ അതോ ഇന്നാത്തനെ അതോ കുൽഹു വല്ലായോ? ഏതാ ഓതാ? ഒരെണ്ണം ഫിക്സഡ് ആക്ക്, അതാകുമ്പോ പ്രതിഫലം കിട്ടുമല്ലോ. സൂറ 30 ആയത്തുണ്ട് കാക്ക, ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം. എളുപ്പമുള്ളത് വല്ലോ നോക്കാം. ഇപ്പൊ തറാവീക്ക് വരുമല്ലേ, ഇവിടെ എങ്ങനെ വല്ലുഹ മുതലാണ്? എടുത്ത് ഇവിടെ പോയപ്പോ, അടുത്ത വാഴന പോയപ്പോ പറഞ്ഞത് വല്ലുഹ മുതല. ചില പള്ളിയിൽ അലന്തറ മുതൽ താഴോട്ടടിക്കണം 10-10. ചില പള്ളികൾ വല്ലുഹ മുതൽ താഴെ വരെ 20 സൂറത്തുകൾ ഓതും. ചില പള്ളിയിൽ അലംതറ കൈഫ മുതൽ ഇഖ്ലാസ് വരെ വീണ്ടും ഒന്നുകൂടെ. അത്ര എളുപ്പം തീർത്തിട്ട് ഓടുന്നു. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാർക്ക് ധൃതി എങ്ങനെ നോക്കും, എവിടാടാ ഏർത്ത് തീരുന്ന പള്ളി. ഈ ചങ്ങനാശ്ശേരി പായിപ്പാട് ഏറ്റവും ആദ്യം തീരുന്നത് ഏത് പള്ളിയിലാ നോക്കും. അല്ലോ പടച്ചോനെ, സലീം ഉസ്താദിന്റെ ഒക്കെ വിത്ര നമസ്കാരത്തിൽ വലിയ സൂറത്തൊക്കെ ഓതന, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എവിടെ എങ്ങനെ ഇപ്പൊ ഖത്തം തീർക്കല അല്ല എങ്കിലും അൽഹംദുലില്ലാഹ് ഈ പ്രാവശ്യം നമുക്ക് ഓതാം. ഇല്ലേ സാർ? ഓതല്ലേ? ഇൻഷാ അല്ലാഹ്. പള്ളിയില്ലല്ലോ, ഇവിടെ ഓതാനാ? ഈ കൊട്ടൻ തറയിലാ കിടക്കണ സുജൂദിലൊക്കെ. ഇതൊക്കെ നല്ലത്. ഇവിടെ സുജൂദ് ചെയ്യുമ്പോൾ കാലിനിത്തിരി വേദനയുണ്ട് കേട്ടപ്പാ. സുജൂദ് ചെയ്യണ സമയത്ത് കാലിനിത്തിരി വേദനയുണ്ട്. അതിനൊരു പരിഹാരം മെമ്പറെ അതിനൊരു പരിഹാരം കാണണപ്പാ. കാരണം ഉസ്താദിന് ഖബർ ചിന്തയും പരലോകമൊക്കെ ഓർമ്മ വരും. സത്യം പറഞ്ഞാൽ പുറകി വന്ന് നിസ്കരിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അതായത് നിങ്ങളൊക്കെ ചിലർ മുസല്ല കൊണ്ടുവന്നിട്ട് നിസ്കരിക്കും. മുസല്ല കാലിൻ്റെ വേദന. പഠിച്ചോനെ, ഒന്ന് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം കേട്ടാ. ഇൻഷാ അല്ലാഹ് കൊറോണയുടെ പേരും പറഞ്ഞ് ഉള്ളതൊക്കെ മാറ്റിയിട്ടിരിക്കുക. ഒരു ഇതുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ടേക്കണം കേട്ടാ. ഷാജിയണ്ണം വിചാരിക്കും ഇങ്ങേരെന്തടാ എനിക്കിട്ട് തന്നെ കൂട്ടുന്നു. അല്ല, നമുക്ക് അല്ലല്ല ഇമാമെന്ന് പറഞ്ഞാൽ എല്ലാം പറയണോപ്പാ. നമുക്ക് ആരുടെയും ഭക്ഷണമൊന്നും ഇല്ല. എല്ലാവരും അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് നല്ലതല്ലേപ്പാ. അൽഹംദുലില്ലാഹ്. എന്നിട്ട് ആ സാധനമൊക്കെ വിരിച്ചിട്ട് എല്ലാവരും ഇത് പള്ളി ഇനി പഴയ അവസ്ഥയിലേക്ക് മാറണം. അപ്പം ചോദിക്കും, ഉസ്താദെ രോഗികൾ വന്ന് സുജൂദ് ചെയ്താ അതെന്തെങ്കിലും ചെയ്യാം. അതെന്തെങ്കിലും അവിടെ വെച്ചിരിക്കണ ആ സാനിറ്റൈസ് എടുത്ത് ഇവിടെ മൊത്തം ഒഴിച്ചാൽ മതി. അതിങ്ങനെ വരിക, നിസ്കരിക്കുക, ചെക്കാ കയറാ, നിസ്കരിക്കുക കയറാ. എന്താപ്പാ അല്ലേ? തലയെ കൂടെ എടുത്ത് ഒഴിക്കാതെ വലിയ കാര്യം. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ നിയമങ്ങൾ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി. ഒരാൾ ചോദിച്ചതുപോലെ മസ്തല വെച്ചപോലെ ഇതിനകത്തൊക്കെ ആൽക്കഹോൾ ഉണ്ടെന്നല്ലേ സാർ? വല്ല പോലെ ഒതുവെടുത്ത് ചില ഒതുവെടുത്ത് ഇങ്ങനെയൊക്കെ ഒതുവെടുക്കുമ്പോൾ തന്നെ വല്ലാത്ത കഴിവനെ അത് കഴുകിയില്ല ഇങ്ങോട്ട് കയറിയിട്ട് അത് കുറച്ച് വാരി തേച്ചിട്ട് അടച്ചോനെ. ഈ സ്പ്രേ തന്നെ അടിക്കാൻ പാടില്ല എന്ന് ആൽക്കഹോൾ ഉള്ളത് കാരണം വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ കറാഹത്താണെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് തേക്കണ്ടെന്നല്ല കേട്ടോ, ലറൂറത്തിൻ്റെ ഘട്ടത്തിൽ തേക്കാം, അത് വേറെ വിഷയം. ശരി, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഈമാൻ തരുമാറാകട്ടെ. അപ്പം ഞാൻ ഒരു സൂറത്ത് പറയാം, ഓതുവോ? എളുപ്പമുള്ളതാവട്ടെ. അൽഹംദുലില്ലാഹ്. ഓതൂല്ലേ? ഏത് സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്. കുഴപ്പമില്ലാത്തല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എല്ലാവർക്കും അറിയണതല്ലേ? ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ഉറപ്പല്ലേ? ഓതൂല്ലേ? എന്തേ അല്ലാഹ് തരുന്ന പ്രതിഫലം? ഓതിയാൽ അല്ലാഹ് തരുന്ന പ്രതിഫലം എന്താ?
ചുമ്മാ എന്നല്ല നീ വിചാരിക്കുക കുൽഹുവല്ലാന്ന്. കുൽഹുവല്ല അല്ല, അത് ഓതി അല്ല തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ 12 പ്രതിഫലം കിട്ടും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പ്രതിഫലം? നമ്മൾ വിചാരിക്കും സാധാരണ ഒരു സൂറത്താണെന്നല്ല. ആ സൂറത്തിനെ സ്നേഹിച്ച സ്വർഗമുണ്ട്. ആ സൂറത്തിനെ സ്നേഹിക്കുന്നവന് സ്വർഗമുണ്ട്. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, നബിയെ ഒരു യുദ്ധത്തിനെങ്ങാണ്ട പറഞ്ഞു വിട്ടതാ, അമീർ ഇതല്ലാതെ വേറെ ഒന്നും ഓതണില്ല. അമീർ നിസ്കരിക്കുമ്പോ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹ്. ഇത് കേട്ടിട്ട് സഹാബത്ത് വന്ന് പരാതി പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചിട്ട് വെച്ച്, എന്ത് ചങ്ങാതി, എനിക്ക് ആ സൂറത്തിന് വലിയ ഇഷ്ടവാ, അള്ളാഹുടെ ഏകത്വത്തെ കുറിച്ച് പറയണതല്ലേ. എല്ലാ സഹാബികളും വിളിച്ചു വഴക്കു പറയുന്നു വിചാരിച്ചു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നീ എന്തേ ഈ സൂറ? എനിക്ക് ആ സൂറത്ത് ഇഷ്ടമാ നബിയെ, എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാ. കാരണം അള്ളാഹുവിനെ കുറിച്ചല്ലേ പറയണേ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, അള്ളാഹയെ കുറിച്ച് മാത്രമാ പറയണേ. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടം. മുത്തുനബി പറഞ്ഞു, നീ പൊക്കോളാൻ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ വിചാരിച്ചത് അത് മാറ്റി അടുത്ത സൂറത്ത് ഓതണമെന്ന് പറയുമെന്ന്. ഇതിൽ പ്രവാചകൻ പറഞ്ഞു, നീ പൊക്കോ. എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. ആ ചങ്ങായിയോട് പറഞ്ഞില്ല, സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. ആ സഹാബിക്ക് സ്വർഗമുണ്ട്. കാരണം എന്തേ? ആ സൂറത്ത് ഇഷ്ടപ്പെട്ടത് കൊണ്ട്. അതാ സൂറത്തുൽ ഇഖ്ലാസ്. 12 നന്മകളുണ്ടെന്ന ഓരോന്നും നമുക്ക് പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഓതൂലേ? അല്ലാഹുവേ, പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സൂറത്തുൽ ഇഖ്ലാസ് മാത്രമല്ല, ഏത് സൂറത്ത് ഓതിയാലും അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചതിന്റെ പേരില് അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരാ, ഈമാനുള്ള ഒരു മരണം തരികയാണ്. ഈമാനുള്ള ഒരു മരണം. അല്ലാഹു നിനക്ക് ഈമാനുള്ള ഒരു മരണം തരും. പടച്ചവനെ, നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ മയ്യത്ത് കാണുന്നവർ കൊതിക്കുകയാ, അല്ലാഹുവേ ഇതെന്തൊരു മരണമാണ് തമ്പുരാന്, എന്തൊരു പ്രകാശമാണ് തമ്പുരാന്, എന്തൊരു പുഞ്ചിരിയാണ് തമ്പുരാന്. അല്ലാഹുവേ, എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ ജനാസ കാണുന്നവർ മുഴുവനും കൊതിച്ചു പോവുകയാണ്. പടച്ചവനെ, ഈമാനുള്ള ഒരു മരണം അല്ലാഹു നിനക്ക് തരികയാ. 2, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇതൊരു ചെറിയ സൂറത്താണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഇതിന്റെ പ്രതിഫലമാണ് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് കാണാം അതിന്റെ പ്രതിഫലം. നിന്റെ കുടുംബക്കാര് കാണുകയാണ്, നിന്റെ ഭാര്യ മക്കള് കാണുകയാണ്, നിന്റെ നാട്ടുകാര് കാണുകയാണ്. അല്ലാഹുവേ, മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് പ്രകാശമാ. അങ്ങനെ ഒരു പ്രകാശം എല്ലാവർക്കും കിട്ടൂല. എന്റെ പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുമ്പോ ചിരിക്കാൻ പറ്റും, പക്ഷേ മരിച്ചു കിടക്കുന്ന സമയത്ത് ആർക്കാ ചിരിക്കാൻ കഴിയുക? ആർക്കാ ചിരിക്കാൻ കഴിയുക? പടച്ചവനെ, ആ മരണവേദനയുടെ പ്രയാസത്തില് അല്ലാഹുവേ, പടച്ചവനെ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാ. നിങ്ങൾ പലരുടെയും മയ്യത്ത് കണ്ടിട്ടുണ്ടല്ലോ. മുഖത്ത് നോക്കുമ്പോ തന്നെ ഭയമാണ്. മക്കളോട് പറയുന്നു, പോകണ്ട, പേടി തോന്നുമടാ പൊന്നുമോനെ. കണ്ണല്ലാഹുവേ, മുഖമെല്ലാം കരിവാളിച്ച് കറുത്തു, മുഖമൊക്കെ കറുത്തുപോയി, കണ്ണിങ്ങനെ തെള്ളിയിട്ട് പടച്ചവനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ മരിച്ചു കിടക്കുകയാ. അല്ലാഹുവേ, അങ്ങനെ ഒരു മരണം തരല്ലേ തമ്പുരാന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, മരിച്ചു കിടക്കുമ്പോ കാണാൻ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണ്, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന പലരും പടച്ചവനെ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയവരുണ്ടല്ലോ. ആ മഹാനവറുകൾ
ആളുകൾ പടച്ചവനെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിച്ച് ഒരു ഭാഗം മുഴുവനും വല്ലാതെ പടച്ചവനെ അവിടെ നിന്ന് നല്ലതുപോലെ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ, പക്ഷേ മരിച്ചു കിടന്നപ്പോഴുള്ള പ്രകാശമുണ്ടല്ലോ, മരിച്ചു കിടന്നപ്പോഴുള്ള പ്രകാശമുണ്ടല്ലോ, ആ മുഖത്തെ പുഞ്ചിരിയുണ്ടല്ലോ. പടച്ചവനെ ഇതുപോലെ എത്രയോ മഹത്തുക്കള്, ഇതുപോലെ എത്രയോ പണ്ഡിതന്മാര്, എന്റെ പ്രിയമുള്ളവരെ ഈ നാട്ടിലും നിങ്ങൾ ചിന്തിച്ചാ നിങ്ങൾക്ക് കാണാൻ കഴിയും. പലരും ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടവരാണ്. അതുകൊണ്ട് സഹോദരാ, അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് കാണാൻ പറ്റൂല, നിനക്ക് കാണാൻ പറ്റൂല. പക്ഷേ ജനാസ കാണാൻ വരുന്നവർക്ക് മുഴുവനും കാണാൻ കഴിയുകയാണ്. ഈമാനുള്ള ഒരു മരണം അല്ലാഹു നിനക്ക് തരികയാ. 2 അല്ലാഹുവേ, പടച്ചവനെ മലക്കുകൾ കരയുകയാണ്, മലക്കുകൾ കരയുകയാ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, സഹാബാ പായിപ്പാട് ചില വീടുകളിലും മലക്കുകൾക്കറിയാം. ഈ നാട്ടിലെ ചില വീടുകളും മലക്കുകൾക്ക് പരിചയമുള്ള വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മലക്കുകൾക്കറിയാം എന്റെ വീട്. ഇനിയിപ്പോ നമുക്കറിയോ? നിങ്ങൾ ഇരിക്കണ എല്ലാവരുടെ വീട് നിങ്ങൾക്കറിയോ? അറിയോ? അറിയില്ല. പക്ഷെ ആർക്കറിയാം? അള്ളാന്റെ മലക്കുകൾക്കറിയാം, അള്ളാഹുവിന്റെ മലക്കുകൾക്കറിയാം. മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോ ചില വീട് പ്രകാശിക്കും അത്രേ. ഏത് വീട്? ഖുർആൻ ഓതുന്ന ഭവനം, ഖുർആൻ ഓതുന്ന വീട്. ഇനി ഏതെങ്കിലും ഒരു ദിവസം, എല്ലാ ദിവസവും നിന്റെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാറുണ്ട്, ഒരു ദിവസം കേട്ടില്ലെങ്കിൽ മലക്കുകൾ പറയത്ര, അല്ലാ ആ സിറാജിന്റെ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കണില്ലല്ലോ, അല്ലാ ആ ചങ്ങാതിക്ക് സുഖമില്ലെന്ന് തോന്നുന്ന പടച്ചവനെ ദുആ ചെയ്യത്രേ. അല്ലാഹുവേ, എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളത് കൊണ്ടല്ലേ ഖുർആൻ ഓതാത്തത്? പടച്ചവനെ, അല്ലാഹുവേ നീ പുറത്തു കൊടുക്ക്, ശിഫ കൊടുക്ക്, നീ കരുണ കാണിക്ക് എന്ന് മലക്കുകൾ പോലും ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾക്ക് പരിചയമുള്ള ചില വീടുകളുണ്ട്. നമുക്കൊരു ദിവസം ഇത് പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പായിപ്പാടുള്ള ചില വീടുകൾ ആർക്കറിയാം? ജിബിരിയിൽ എന്ന മലക്കിന് പോലും അറിയാം. അങ്ങനത്തെ ചില വീടുകളുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ ഭവനത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്റെ മരണം മലക്കുകൾക്ക് പോലും വേദനയുണ്ടാക്കും. നിന്റെ മരണം മലക്കുകൾക്ക് പോലും വേദനയുണ്ടാക്കും. 3ാമത്തെ പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ മരിച്ചു കഴിഞ്ഞു, നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞു, നിന്റെ മയ്യത്ത് കഫം പൊതിഞ്ഞു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഈ പള്ളിയിൽ നിന്നും മയ്യത്ത് കെട്ടിൽ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വീട്ടിലേക്ക് മയ്യത്ത് കെട്ടിൽ കൊണ്ടുവരുമല്ലോ. കുടുംബക്കാര് മുഴുവനും നിന്നെ കുളിപ്പിച്ചു വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട്, നല്ല വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട്, പടച്ചവനെ അതാ കുടുംബക്കാര് മുഴുവനും സുഗന്ധമൊക്കെ തേച്ചിട്ട് ആ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് നിങ്ങളെ എടുത്ത് കിടത്തിയിട്ട് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ജനാസ ചുമന്നുകൊണ്ട് വരുമല്ലോ. പള്ളിയിലേക്ക് നിങ്ങളുടെ മയ്യത്തുകൾ കൊണ്ടുവരുമല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ചവര്, അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കുമെന്ന് ആദരിക്കുമെന്ന് കരുതിയവര്, മനസ്സിൽ നിയ്യത്ത് ചെയ്തവര്, എന്റെ പ്രിയമുള്ളവരെയോ എത്രയോ പേര് പരിശുദ്ധമായ ഖുർആനെന്ന് തുറന്നു നോക്കാത്തവരുണ്ട്. പല വീടുകളുടെയും അലമാരിക്കകത്തുള്ള ഒരു കാഴ്ച വസ്തുവായിട്ട് ഖുർആൻ മാറിയല്ലോ. പല വീടിന്റെയും ടിവിയുടെ അടിയില്, പല വീടിന്റെയും തട്ടുംപുറത്ത് പൊടിയടിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ കിടക്കുന്നത്. അതിന്റെ മുകളിലിരിക്കുന്ന പൊടിയൊന്ന് തുടച്ചു കളയാൻ, അതിന്റെ മുകളിലിരിക്കുന്ന പൊടിയൊന്ന് തുടച്ചു കളയാൻ പലരും തയ്യാറാകാറില്ല. അതൊന്ന് തുറന്നു നോക്കാറില്ല, അതൊന്ന്
തുറന്നു നോക്കാറില്ല. എന്റെ പ്രിയമുള്ളവരെ, ശാപമാണ്. ഉസ്താദേ, വീടിന്റെ അകത്ത് സമാധാനമില്ല, വീടിന്റെ അകത്ത് സന്തോഷമില്ല. പടച്ചവനെ, പരാതി പറയുന്ന പിതാക്കന്മാരോട്, നിന്റെ വീടിന്റെ അകത്തിരിക്കുന്ന ഖുർആൻ, അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുന്ന ഖുർആൻ, അത് നീ ഒന്ന് തുറക്കാതെ വരുമ്പോ, അതൊന്ന് തുറന്നു ഓതാതെ വരുമ്പോ, ആ ഖുർആൻ നിന്റെ വീടിന്റെ അലമാരിക്കകത്തിരുന്നിട്ട് ആ ഖുർആൻ പറയുന്നു, നാഥാ, എന്നെ ഒന്ന് തുറന്നു നോക്കുന്നത് പോലുമില്ല അല്ലാ. പടച്ചവനെ, എന്നെ ഓതുന്നില്ല തമ്പുരാന്, എന്നെ പാരായണം ചെയ്യുന്നില്ല തമ്പുരാന്, എന്റെ മുകളിലിരിക്കുന്ന പൊടി പോലും ഇവര് തുടയ്ക്കുന്നില്ല, ഇവരെന്നെ പരിഗണിക്കുന്നത് പോലുമില്ല. ആ ഖുർആൻ നിന്റെ വീടിന്റെ അകത്തിരുന്ന് നിനക്ക് ശാപമാ. ആ ഖുർആൻ നിന്നെ ശപിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നിന്റെ വീടിന്റെ അകത്ത് സമാധാനമുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്, നിന്റെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്, നിന്റെ വീടിന്റെ അകത്ത് ബറക്കത്തുണ്ടാകുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചോ. നിർബന്ധമായിട്ടും പടച്ചവനെ, നീ നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട് പറയണം, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റെങ്കിലും ഈ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതണം. അത് നിർബന്ധമാക്കണേ. അല്ലാതെ നീയും നിന്റെ കുടുംബം ഖുർആനിന്റെ ശാപം കിട്ടുന്നവരാകരുത്. എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ അമിതമായി ഓതുന്ന എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിങ്ങളുടെ മയ്യത്ത് ചുമക്കുന്നതാരാ? നിങ്ങളുടെ മക്കളല്ല, നിങ്ങളുടെ കൂടപ്പറപ്പല്ല, നിങ്ങളുടെ കുടുംബക്കാരല്ല, നാട്ടുകാരല്ല. പിന്നെ നിങ്ങളുടെ ജനാസ ചുമക്കുന്നതാരാ? പായിപ്പാട് പള്ളിയിലേക്ക് നിന്റെ ജനാസ നിന്റെ വീട്ടിൽ നിന്ന് ചുമന്നു കൊണ്ടുവരുന്നതാരെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളാ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ മയ്യത്ത് ചുമക്കുകയാ. മലക്കുകൾ, ഖുർആൻ സ്നേഹിച്ചവര്, ഖുർആനിനെ ഇഷ്ടപ്പെട്ടവര്, ഖുർആൻ ഓതിയവർ, അവരെ ഖുർആനിന്റെ അഹ്ലുകാര്, അവരുടെ ജനാസ മലക്കുകൾ ചുമക്കുകയാ. ഇതിനേക്കാളും എന്ത് പ്രതിഫലമാണ് വേണ്ടത്? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പടച്ചവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകൾ നിന്റെ ജനാസ ചുമക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ടവരോട്, പായിപ്പാട് പള്ളിയിൽ കബറ കുഴിക്കുന്നവരുണ്ടെങ്കിൽ, ഈ പള്ളിയിൽ കബറ കുഴിക്കുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ആരുടെയെങ്കിലും മയ്യത്ത് കബറടക്കാൻ കബറ് വെട്ടിയപ്പോ മണ്ണിന് വല്ല സുഗന്ധവുമുണ്ടായിരുന്നോ? പായിപ്പാട് പള്ളിയിലെ കബറ് കുഴിക്കുന്നവരുണ്ടല്ലോ, കബറ് കുടിക്കണ ആരെങ്കിലും നിങ്ങൾക്ക് അറിയെങ്കിൽ പോയിട്ട് ചോദിക്കാം, ആരുടെയെങ്കിലും മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി കുഴിയെടുത്തപ്പോ വല്ല സുഗന്ധവും നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതേപ്പോ ഖജാൻജി, ഇതിന് കുഴപ്പമുണ്ടോ ചങ്ങായിക്ക്? വണ്ടി തട്ടിയിട്ടല്ലേ? അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. ആരാപ്പാ ഇതൊക്കെ മനുഷ്യന്മാരുടെ അവസ്ഥ. ഇത്രയേ ഉള്ളൂ ജീവിതത്തിന്റെ വില, ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്റെ ആയുസ്. എന്തെല്ലാം മോഹത്തോടു കൂടി പോകുന്നവരാ. അള്ളാഹു അപകടം, നമ്മളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ. അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ, അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ. രാത്രി ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ പോകുന്നവർ, ഇത്രയോ ജീവിതം. ഒരൊറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം പോകുന്നത്, എല്ലാം ഒറ്റ സെക്കൻഡുകൾ കൊണ്ട്. കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു തിരുവല്ലയിൽ ആക്സിഡന്റ് പറ്റിയത്. ഇതെല്ലാം പ്രതീക്ഷയോടുകൂടി വരുന്നവർ. ആലപ്പുഴ ബൈപ്പാസ് തുറന്നതേ ഉള്ളൂ, എത്ര അപകടം കഴിഞ്ഞിപ്പോൾ തന്നെ പായുകയാ. വണ്ടികൾ കെട്ടിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. വണ്ടി കിട്ടിയാൽ പിന്നെ ആക്സിലേറ്റർ കൂട്ടാ 150 എന്തെന്നറിയോ? ഗെയിം കളിച്ച് പഠിച്ചു. ചെറിയ കുട്ടികൾ മുഴുവൻ ഇന്ന് ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ
ഒരു സ്പീഡ് കൂടാനുള്ള കാരണം എന്തേ? ഇപ്പൊ ഗെയിമുകൾ അതിങ്ങനെ ഓടിച്ച് പഠിച്ചു അവസാനം ഇപ്പൊ അങ്ങനത്തെ ബൈക്ക് ഇങ്ങനത്തെ ബൈക്ക്, പിന്നെ കയറിയിരുന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ ഓടുന്നത് പോലെ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഖബറ് കുഴിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കുഴിച്ചിട്ടുണ്ടോ? ഖബറ് കുഴിച്ചിട്ടുണ്ടോ? അപ്പൊ ആരെങ്കിലും ഖബറ് കുഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കൈ പൊക്കിക്കേ. ഖബറ് കുഴിച്ചവർ കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ആരെങ്കിലും ഒരു മയ്യത്തിന് ഖബറ് കുഴിച്ചു കൊടുത്താൽ അവനൊരു വീട് വെച്ചു കൊടുക്കുന്ന പോലെ. ഈ പായിപ്പാടൊരു വീട് കെട്ടി എത്ര കൊല്ലം ജീവിക്കും നിങ്ങളൊക്കെ? ഞാനൊരു വീട് പണിതിട്ടുണ്ട്, ഞാൻ എത്ര കാലം ജീവിക്കും? ഞാൻ മരിക്കുന്നതോട് കൂടി തീർന്നു. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ കിടക്കുന്ന എവിടാ? പള്ളിപ്പറമ്പിൽ. ഇപ്പൊ ഈ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ ഒരു 10-30-50 കൊല്ലം മുമ്പ് മരിച്ചവരും കിടപ്പില്ലേ? ഉണ്ടോ? 50 കൊല്ലം. ഇനി എത്ര കൊല്ലം കിടക്കണം? എത്ര കൊല്ലം? അപ്പൊ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് എവിടാ? ഏറ്റവും കൂടുതൽ കിടക്കുന്നത് എവിടാ? പള്ളിപ്പറമ്പില്. കോടികൾ മുടക്കി വീട് കെട്ടിയിട്ടിട്ടുണ്ട്, അവിടെ കിടക്കാൻ യോഗമില്ല. ഈ പള്ളിപ്പറമ്പിലാ വന്ന് കിടക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞ പള്ളിക്ക് വല്ലതും കൊടുക്കാൻ. അതുകൊണ്ടാ പറഞ്ഞത് ഇതല്ലേ തറവാട്, ഇതല്ലേ തറവാട്. അവസാനം വന്ന് കിടക്കേണ്ടത് ഈ താഴെ കാണുന്ന ആ കാട്ടിലല്ലേ? എന്റെ പൊന്നാര സെക്രട്ടറി പ്രസിഡന്റ്, ഒരു ലൈറ്റ് വെക്കണം കേട്ടോ അവിടെ പള്ളിപ്പറമ്പിൽ. ആ പാവങ്ങൾക്ക് ഒരു പ്രകാശം. കാരണം ഖബറിന്റെ അകത്തേക്ക് പ്രകാശം കിട്ടിയില്ലെങ്കിൽ ലൈറ്റെങ്കിലും. ഇതിലെങ്ങോട്ട് ഇറങ്ങാൻ തന്നെ പേടിയാ. സുബ്ഹാനല്ലാഹ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈറ്റൊക്കെ വെക്കണോപ്പാ. ഖബറാളികളാണെന്ന് പറഞ്ഞിട്ട് അവരെയും നമ്മൾ എന്ത് ചെയ്യാൻ പറയും? ഇരുട്ടിക്കൊണ്ട്. ഒന്നാമതേ ഖബറിന്റെ അകത്ത് ഇരുളെന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ പറയും ഉസ്താദ് ഖബറിനകത്ത് തീയുണ്ടല്ലോ, പിന്നെന്തിനാണ്? അങ്ങനെയല്ല, ഇപ്പൊ അവര് ലൈറ്റൊക്കെ വെക്കണം. ഇൻഷാ അല്ലാഹ് വെച്ചോ. എൻ്റെ പൊന്നാര മെമ്പറെ പഞ്ചായത്തിൽ നിന്ന് വല്ലതും കിട്ടുമെങ്കിൽ അവിടെ ഒരു ലൈറ്റൊക്കെ വെച്ചുകൂട് ഇൻഷാ അല്ലാഹ്. കാരണം എന്താ, ഇപ്പം പള്ളിപ്പുറമ്പ് ഞാൻ അങ്ങനെ പോകുമ്പോൾ മതിലിൻ്റെ സൈഡിൽ അങ്ങനെ കൊണ്ട് പോകുമ്പോൾ ഒരു മതിലിൻ്റെ സൈഡിൽ ലൈറ്റ് ഇരിപ്പുണ്ട്. നിങ്ങളുടെ വീടാണ് അപ്പോൾ താഴെ ഉള്ളത്? ഇപ്പോൾ നിങ്ങളല്ലല്ലോ മറ്റേക്കാടെ വീട്. അങ്ങോട്ട് പോണ വഴി ലൈറ്റ്. ഇവിടെ പോകുമ്പോൾ ലൈറ്റൊക്കെ, ഒരു നല്ല ലൈറ്റൊക്കെ വെക്കണം. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ ഖബറിടം അള്ളാഹു പ്രകാശമാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറ് കുഴിച്ചാൽ എന്തേ പ്രതിഫലം? ഒരു വീട് വെച്ചു കൊടുക്കുക. ഖബറാളികൾക്കൊരു വീട് വെച്ചു കൊടുക്കുക. ഖബറ് കുഴിക്കാന്ന് പറഞ്ഞാൽ അതാ, അള്ളാഹു നിനക്ക് സ്വർഗത്തിലൊരു ഭവനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖബറ് നിനക്കെന്ന് പറഞ്ഞാൽ നിനക്ക് ഖബറ് കുഴിക്കണ സമയത്ത് പോയി കൂടണം. എന്തേപ്പാ നിങ്ങൾക്കൊന്നും ഖബറ് കുഴിക്കാൻ അറിയില്ല? ഇവിടെ ആരാപ്പ കുഴിക്കണത്? അത് വെളിയിൽ നിന്ന് വിളിക്കുമല്ലേ? ഇവിടെ അങ്ങനെ അതിനൊരു ബാച്ച് വേണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. പള്ളിയിൽ ഖബറ് കുഴിക്കാൻ, അൽഹംദുലില്ലാ, ചെറുപ്പക്കാരൊക്കെ ഖബറ് കുഴിക്കാൻ മരിച്ചതിന് ശേഷമല്ലപ്പാ, നേരത്തെ ഒരു ഖബറ് കുഴിച്ചിടണം. ആരോ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഖബറി ഇറങ്ങി കിടക്കണ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നത്. അനുസരണം പറയാനിട്ട് ആരോ ഒന്നിറങ്ങി കിടക്കണോപ്പാ, അതൊരു വല്ലാത്തതാ. ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഖബറിൻ്റെ അകത്തൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കണം, ഒന്ന് നോക്കണം, ഒന്ന് കിടന്നൊക്കെ നോക്കണം. അത് വലിയ പാവമൊന്നുമില്ല, നല്ലതാ. അവസാനം അവിടെ പോയി കിടക്കേണ്ടവരാണെന്നുള്ള ബോധം വരുമല്ലോ. ഒറ്റയ്ക്ക് ഖബറിനൊക്കെ പോയി എന്നിട്ടൊന്ന് ഇറങ്ങി നിൽക്കണം. ഖബറിൻ്റെ അകത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കിടന്നു നോക്കണം, നീളമൊക്കെ കറക്റ്റാണോ. നമുക്ക് പേടി അങ്ങോട്ട് പോകാൻ തന്നെ. ഷൗക്കണ്ണൊക്കെ ഇത്തിരി നീളമുള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങളൊക്കെ ഇത്തിരി നീളമുള്ളവരാ. ഇത്തിരി ഖബറിന് ഇത്തിരി സാധാരണ പോരാ, ഇത്തിരി നീളത്തിൽ വേണം ഇൻഷാ അല്ലാഹ്. ഷൗക്കണ്ണൻ പേടിച്ചു പോയോ? അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. പാവം അൽഹംദുലില്ലാ. ഷൗക്കണ്ണൻ പറഞ്ഞിരിക്കുന്ന നേരത്തെ വെട്ടിയിടണമെന്നല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറ് കുഴിക്കാൻ കൂടണം കേട്ടോ. ഖബറ് കുഴിക്കുന്നത് കണ്ടാൽ ഇൻഷാ അല്ലാഹ് ജമാഅത്ത് ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ കുഴിച്ചിടാൻ, നേരത്തെ ഖബറ് കുഴിച്ചിടാൻ. ഖബറ് കുഴിക്കുന്ന സമയത്ത് പോയിട്ട് ഒരു മമ്മട്ടി കൊണ്ടെങ്കിലും ഒന്ന് വെട്ടിക്കൂട്. കാരണം ഒരു വീട് വെച്ചു കൊടുക്കുക. ഒരു ഖബറാളികൾക്ക് നീ ഒരു വീട് വെച്ചു കൊടുക്കുക. ആ വീട് വെച്ചു കൊടുക്കുന്നതിന് പകരം അല്ലാഹ് എവിടെ വീട് തരും? സ്വർഗത്തിൽ വീട് തരും. അപ്പൊ ഇനി മുതൽ ഖബറ് കുഴിക്കുമ്പോൾ കൂടുവോ? ഇവിടെ ചെറുപ്പക്കാർ ഒരുപാട് പേര്, ചങ്ങായിമാരെ ഇനി പള്ളിപ്പറമ്പിൽ ഇറങ്ങണം, ഖബറ് വെട്ടാൻ കേട്ടോ. മാരൊക്കെ പഠിപ്പിക്കണം. എല്ലാവരും ഖബറ് വെട്ടാൻ അറിയുന്ന ഒരാൾ മതി, പിന്നെ ബാക്കിയൊക്കെ പഠിക്കാൻ. കുഴി വാഴയ്ക്ക് വീട്ടിൽ തെങ്ങിന് പോലും കുഴിയെടുക്കാത്ത ടീമുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, ഖബറ് കുഴിക്കുന്ന സമയത്ത് ചിലർക്ക് ഖബറ് വെട്ടുമ്പോൾ ഒരു മണം, ഒരു സുഗന്ധം. ചില ആൾക്കാരെ ഖബറടക്കുന്നതിന് വേണ്ടി ഖബറ് കുഴിക്കുന്ന സമയത്ത് മണ്ണിന് പോലും സുഗന്ധം. ആരുടെ മണ്ണ്? ആർക്ക് വേണ്ടി ഖബറ് കുഴിക്കുമ്പോഴാ? അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചവരുണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിൽ ചുമക്കുന്നവരുണ്ടല്ലോ, മക്കളെ ഖുർആൻ അനുസരിച്ച് ജീവിപ്പിക്കുന്നവരുണ്ടല്ലോ, മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നവരുണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ള
പ്രിയമുള്ളവരെ, നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന്. ഒരിക്കലുമല്ല. തെളിവ് വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പക്കാരനായിരുന്നു. 36ാമത്തെ വയസ്സിലാണ് സഅദ് ഇബ്നു മുആദ് തങ്ങൾ വഫാത്താകുന്നത്. മുസ്ലിമായത് 30ാമത്തെ വയസ്സിൽ. എത്രാമത്തെ വയസ്സിൽ മുസ്ലിമായി? 30. എത്രാമത്തെ വയസ്സിൽ മരണപ്പെട്ടു? 36. 6 വർഷമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. നമ്മൾ 50ഉം 60ഉമായി. അള്ളാഹു കാക്കുമാറാകട്ടെ. 6 വർഷം മുസ്ലിമായി ജീവിച്ച ഈ സഹാബി മരിച്ചപ്പോ അള്ളാന്റെ അർശ് പോലും കുലുങ്ങി എന്ന് ചരിത്രം പറയാ. ഈ 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച സഹാബി മരിച്ചപ്പോ അള്ളാഹുവിന്റെ അർശ് പോലും കുലുങ്ങി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അതല്ലേ വിശ്വാസി? 60 കൊല്ലം ജീവിച്ചില്ല, 6 കൊല്ലം ജീവിച്ച ഈ 36 വയസ്സുകാരനായി സഹാബി. 36 38 വയസ്സ് ഓർമ്മയില്ല. 6 കൊല്ലമേ ജീവിച്ചുള്ള ചരിത്രം പറയുന്നു. 6 അല്ലെങ്കിൽ 8 വയസ്സ്. ഈ ചുരുങ്ങിയ കാലം ജീവിച്ച ഈ സഹാബി മരിച്ചപ്പോ അള്ളാന്റെ അർശ് പോലും കുലുങ്ങി. ചരിത്രം പറയുകയാ, ഈ സഹാബിയുടെ മയ്യത്ത് കാണാൻ പോയവർക്ക് കൊതി തോന്നി. കാരണം മുഖത്ത് പ്രകാശം, വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബി മരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. പടച്ചവനെ, മലക്കുകൾക്ക് പോലും സങ്കടമായത്. പടച്ചവനെ, പ്രവാചകൻ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ആ സ്വഹാബിയുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. അല്ലാഹുവേ, മലക്കുകളാണ് ജനാസ ചുമന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തള്ളവരള കുത്തിയിട്ടാണ് നടക്കുന്നത്. തള്ളവരള കുത്തിയിട്ടാണ് മുത്തുനബി നടന്നത്. ഖബറടക്കാൻ നിൽക്കുമ്പോ പ്രവാചകന്റെ മുട്ട് അതാ പ്രവാചകൻ തള്ളവരള കുത്തിയിട്ട് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അതാ ഖബറടക്കി കഴിഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തേ നബിയെ തള്ളവിരൽ കുത്തിയിട്ട് നിന്നത്? സഹാബാ, സ്ഥലമില്ല സഹാബാ, കാല് കുത്താ സ്ഥലമില്ല സഹാബാ. ആകാശ ലോകത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. എനിക്ക് കാല് കുത്താൻ പോലും സ്ഥലമില്ല. എന്റെ തള്ളവിരൽ കുത്തിയിട്ട് നിന്നതാണ് സഹാബാ. 70,000 മലക്കുകൾ. ഇതിനെക്കാലം നിനക്കെന്ത് പ്രതിഫലമാ? ഈ സ്വഹാബിക്ക് കിട്ടിയ പ്രതിഫലമാണ്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാണ്, ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഖബർ കുഴിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. പടച്ചവനെ, ഖബറിന്റെ അവസാനം പണികടിഞ്ഞപ്പോ ഖബറിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരുകയാണ്. ഖബറിന്റെ അകത്ത് നിന്ന് അവസാനം ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. ഖബറക്കയടക്കി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഈ മനുഷ്യൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ വീടിന്റെ അകത്ത് വല്ലാത്ത പരിമളമോ, വീടിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ. ഈ മനുഷ്യൻ അവിടെ നിന്ന് നോക്കുകയാണ്, എവിടെ നിന്നാ പടച്ചവര് ഈ സുഗന്ധം അടിക്കുന്നത്? എവിടെ നിന്നാണ്? അല്ലാഹുവേ, നോക്കുമ്പോ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ അകത്ത് നിന്ന് വാരിയ മണ്ണിലാ പടച്ചവനെ വല്ലാത്ത സുഗന്ധമായിരുന്നു. അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്, ആ മനുഷ്യൻ അവിടെ നിന്ന് സ്വപ്നം കാണുകയാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, സഅദേ, ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, അവിടെ നിന്ന് സ്വപ്നത്തിൽ കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, സഅദേ,
നീ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിയല്ലോ. എല്ലാവരും കരഞ്ഞപ്പോ നിന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നല്ലോ. നിന്റെ ജനാസ ചുമന്നല്ല മലക്കുകളായിരുന്നല്ലോ. 70,000 മലക്കുകൾ നിന്റെ ജനാസ കബറടക്കാ കടന്നു വന്നല്ലോ. അല്ലാ, കബർ കുടിച്ചപ്പം മണ്ണിനു പോലും സുഗന്ധമാ, കബറിലെ മണ്ണിന് പോലും സുഗന്ധമാ. എങ്ങനെ കിട്ടി മുആദ്? എങ്ങനെയാണ് നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ഓതിയ ഖുർആനിന്റെയും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും പ്രതിഫലമാ. ഞാൻ ഖുർആൻ ഓതിയതിന് പടച്ച റബ്ബെനിക്ക് തന്ന പ്രതിഫലമാ. ഈ ചരിത്രം നമുക്ക് മറക്കാൻ കഴിയുമോ? ഈ ചരിത്രമാണ് തെളിവ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് ഉസ്താദേ ഓർമ്മ വെച്ച കാലം ഓർക്കും, ഓർമ്മയുള്ള കാലത്തോളം മരിക്കുന്ന കാലം വരെ ഞാൻ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവനാണ്, ഖുർആനിനെ സ്നേഹിക്കുന്നവനാണ്, ഖുർആനിനെ ആദരിക്കുന്നവനാണ്, ഖുർആൻ ഓതുന്നവനാണ്, ഖുർആൻ പഠിപ്പിക്കുന്നവനാണ് എന്ന് തീരുമാനമെടുത്ത നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖുർആനിന്റെ അഹ്ലുകാരിൽപ്പെട്ടോ.